നമസ്കാരം. കോവിഡിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ PSC പഠനമൊക്കെ എല്ലാവരും പാതി വഴിയിൽ നിർത്തിയ മട്ടാണ് കാണുന്നത്. വളരെയധികം പേരും പഠനമൊക്കെ നിർത്തി. കാരണം ഇനി പരീക്ഷ എന്നാണെന്നറിയില്ല, ഒരു ടൈം ടേബിൾ ഒന്നും ഫോം ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാനുള്ളൊരു എനർജിയൊക്കെ പോയി എന്നൊക്കെ പറയുന്നതാണ് ഭൂരിഭാഗം പേരുടെയും കമൻസൊക്കെ കാണുന്നത്. വളരെ സെൽഫ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമാണ് ഇപ്പോഴും മുൻപോട്ട് പഠനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ പഠനത്തെ ഉപേക്ഷിക്കുന്നത് ശരിയായൊരു രീതിയല്ല. കാരണം ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി നമ്മൾ വീണ്ടും പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടവരാണ്. അന്നേരം നമുക്ക് ഇതെല്ലാം ഒന്നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അത് പരീക്ഷയെ തന്നെ സാരമായി ബാധിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും മുന്നോട്ട് പോവുക, പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോവുക. അതായത് ഒരു 3 കാര്യങ്ങൾ നമ്മൾ ഒരുപോലെ ഫോളോ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഒരു പഠനം പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിലും ഈസി ആയിട്ട് ഫോളോ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൻ്റേതായ സ്ട്രാറ്റജിയിൽ പഠനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു രീതി കൂടി ഫോളോ ചെയ്താൽ നല്ല മുതൽക്കൂട്ടായിരിക്കും. അതല്ല പുതിയതായിട്ടൊന്നും അറിയാതെ PSCയിലോട്ട് പഠിക്കണം എന്നൊരാഗ്രഹമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ട്രാറ്റജി ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വായിച്ച് പോവുക. നമ്മളൊരു കാര്യം കേട്ട് പോവുക എന്നുള്ളതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഠിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കുമ്പോഴാണ് ഒന്ന് പഠിച്ചു പിന്നെ ഇതൊന്ന് മറിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കിതൊന്നും ഓർമ്മയില്ല, എന്നെക്കൊണ്ടൊന്നും നടക്കില്ല എന്നൊരു ചിന്ത വരുന്നത്. ഒരു കാര്യം നമ്മൾ വായിച്ചു പോയി പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടി കേട്ടു അങ്ങനെ വരുമ്പോൾ നമുക്കത് എവിടെയോ കേട്ടൊരു ഫെമിലറൈസേഷൻ വരും. അങ്ങനെ വരുന്ന ഫെമിലറൈസായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെയും പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വരും. അത് ജെന്യുവിനാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതലും കേട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് വരും. പക്ഷെ നമുക്ക് തീരെ അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തിലോട്ട് നമുക്ക് കയറാൻ പോലും തോന്നാറില്ല. കറക്റ്റല്ലേ? അതെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി വായിച്ചു പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വീക്ക്ലി ജേർണൽസൊക്കെ ഉണ്ട്. ഇപ്പോൾ PSCയുടെ തന്നെയാണെങ്കിലും ഉണ്ട്, അല്ലാതെ ഇപ്പോൾ മാതൃഭൂമിയുടെ ഉണ്ട്, മനോരമയുടെ ഉണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെ പബ്ലിക്കേഷൻസൊക്കെ ഉണ്ട്, വീക്ക്ലി ജേർണൽസ് ഉണ്ട്. അതും ഒന്ന് വായിച്ചു പോവുക. അതോടൊപ്പം റാങ്ക് ഫയലിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് സിലബസ് അനുസരിച്ചിട്ട് നോക്കി കംപ്ലീറ്റ് ചെയ്തു പോവുക. റാങ്ക് ഫയലിൻ്റെ കാര്യം ഇപ്പോൾ ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഒരുപാട് നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അതിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതൊരു ക്ലാസ്സും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഫോളോ ചെയ്താൽ തന്നെ റാങ്ക് ഫയലിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് ഒരു PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അറിയുന്നിടത്തോളം അതൊന്ന് വായിച്ചു പോവുക. പിന്നെ ഇപ്പോൾ നമുക്ക് വരുന്ന വീക്ക്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻസ് വായിച്ചു പോവുക. അതിൽ മോഡൽ എക്സാംസ് ഉണ്ടെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്ത് പോവുക. വെറുതെ അറ്റൻഡ് ചെയ്ത് പോവുക. നമുക്ക് ശരിയാണോ തെറ്റാണോ എത്രത്തോളം ശരിയായതൊന്നും നോക്കണ്ട, വെറുതെ അറ്റൻഡ് ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടിരിക്കുക, ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ കറക്റ്റായിട്ടുള്ളതും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ ഈ ഒരു രീതിക്ക് അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതനുസരിച്ച് ഞാനൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി മുതൽ അതൊരു ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു മിഷനായിട്ട് എടുക്കുകയാണ്. ഇനിയുള്ള ഓഡിയോ ക്ലാസ്സുകളിൽ ഈ ഒരു മിഷൻ പ്രകാരം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മിഷൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രൊസീജിയർ ഇഷ്ടമായെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് പറയണം. കാര്യം എനിക്ക് അറിയാൻ കഴിയില്ല എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ്, എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താമെന്ന്. അത് ഒരു കമൻ്റായിട്ട് പറയുവാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാര്യം
നമുക്ക് എത്രത്തോളം നമ്മുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യാവോ അത്രത്തോളം വളരെ നല്ലതാണ്. സോ താങ്ക് യു. ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം.